ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇപ്പോൾ 8 മണിയായി. കുറച്ച് പേര് കൂടി ജോയിൻ ചെയ്യാനുണ്ട്, അവർ വരട്ടെ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ എന്ന നിലയിൽ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, ഇത് ജെനറ്റിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഇതിൽ നമ്മളെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കിൻ്റെ മാത്രമല്ല, മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. തുടക്കത്തിലൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ വരും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് സാധാരണ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. എങ്കിലും നമ്മൾ ഈ ചാപ്റ്റർ കുറച്ച് പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോളിക്കുലർ ബേസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. അത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ടോ കയ്യിൽ വയ്ക്കണം. നമുക്കതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ അല്പം ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ആണ് നമുക്ക് ചിലത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഞാൻ അന്ന് തന്ന നോട്ടോ കൈവശം ഉണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, there are 2 types of nucleic acids, DNA ആൻഡ് RNA. അല്ലേ, പഠിച്ചിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായും 2 ന്യൂക്ലിക് ആസിഡുകളാണ് ലിവിങ് സിസ്റ്റത്തിൽ കാണുന്നത്. ഒന്ന് DNA, മറ്റൊന്ന് RNA. DNA എന്നാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഈ 2 ന്യൂക്ലിക് ആസിഡുകളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, 2 ന്യൂക്ലിക് ആസിഡുകളും ദേ ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ. ജനിതക ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ന്യൂക്ലിക് ആസിഡുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത്, എവിടെയാണ് ന്യൂക്ലിക് ആസിഡുകൾ കാണുന്നത്? ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിൽ, നമ്മുടെ ഓരോ സെല്ലിലും, ശരീരത്തിൽ എത്ര സെല്ലുകളുണ്ടോ അതിൽ ഓരോ സെല്ലുകളിലും ആ സെല്ലുകളുടെ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമുകളുണ്ട്. ആ ക്രോമസോമുകളിനുള്ളിലാണ് ശരിക്കും DNA കാണുന്നത്. നമ്മൾ പഠിച്ചതാണ്. അപ്പം സെല്ലിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ, ക്രോമസോമിനുള്ളിലാണ് DNA കാണുന്നത്. അപ്പോൾ നമുക്ക് 46 ക്രോമസോംസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് DNA എന്ന് പറയുന്ന കണ്ടന്റ് ആ ക്രോമസോമിലായിട്ട് കാണപ്പെടുന്നു എന്നാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ജനിതക സ്വഭാവങ്ങളും ആ ക്രോമസോമിനകത്ത് കാണുന്ന DNA വഴി, കാരണം DNA-യുടെ വർക്കിംഗ് പാർട്ടുകളെയാണ് നമ്മൾ ജീനുകൾ എന്ന് പറയുന്നത്. DNA-യുടെ പ്രവർത്തന ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ജീനുകൾ. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ് DNA എന്ന് പറയുന്നത്. ഇതിന് സഹായം ചെയ്യുന്ന വസ്തുക്കളാണ് ശരിക്കും RNA എന്ന് പറയുന്നത്. അത് ശരിക്കും ജനറ്റിക് ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത് പൊതുവെ ഭൂരിഭാഗ ജീവികളിലും DNA തന്നെയാണ്. RNA വളരെ അപൂർവം ചില വൈറസുകളിലും മറ്റുമാണ് നമുക്ക് RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വളരെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് നമുക്കറിയാം, അതൊരു RNA വൈറസാണ്. ഈ വാക്സിൻ കണ്ടുപിടിക്കാനും മരുന്നുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ഇത്ര താമസം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. RNA വൈറസുകൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ കാണുന്ന നിരവധി വൈറസുകളുണ്ട്. ഈ RNA വൈറസുകളെല്ലാം തന്നെ അവയുടെ പ്രത്യേകത, അവയ്ക്ക് വളരെ പെട്ടെന്ന് മ്യൂട്ടേഷനുകൾ സംഭവിക്കും. പെട്ടെന്ന് അവയ്ക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, RNA വൈറസിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും ജീവകണങ്ങളാണെങ്കിൽ പോലും അവ മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് അവ ആക്റ്റീവ് ആകുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിലാണെങ്കിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അവ ആക്റ്റീവ് ആവുകയും വളരെ വേഗത്തിൽ അവയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എണ്ണം കൂട്ടാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതിന്റെ കാരണം അതാണ്. വൈറസുകൾ പലപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പം കൊറോണ വൈറസ് നമ്മൾ RNA വൈറസിന്റെ ഒരു എക്സാമ്പിളായിട്ട് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് ശരിക്കും ദേ ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറുകളാണ്. കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേരുന്നതാണ് ന്യൂക്ലിക് ആസിഡുകൾ. ആ ന്യൂക്ലിക് ആസിഡുകൾ 2 തരമുണ്ട്. ദേ ആർ DNA ആൻഡ് RNA. DNA ഈസ്
ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA is റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി ഒരു DNA എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ന്യൂക്ലിക് ആസിഡിന്റെ അകത്ത് വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡുകൾ ചേർന്നുണ്ടാവുന്ന ന്യൂക്ലിയോടൈഡുകൾ, അവ ചേർന്നുണ്ടാവുന്ന പോളിന്യൂക്ലിയോടൈഡുകൾ, അതിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്. ഇങ്ങനെയാണ് ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാവുന്നത്. അതായത് ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, പോളിന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിക് ആസിഡ്. ഏറ്റവും ആദ്യം ന്യൂക്ലിയോസൈഡുകൾ ചേർന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ന്യൂക്ലിയോടൈഡുകൾ കുറെ എണ്ണം ചേർന്ന് കഴിയുമ്പോൾ അതിനെ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയും. കുറെ പോളിന്യൂക്ലിയോടൈഡുകൾ ചേരുന്നതാണ് ന്യൂക്ലിക് ആസിഡുകൾ, DNA ആണെങ്കിലും RNA ആണെങ്കിലും. ഇനി എന്താണ് ന്യൂക്ലിയോസൈഡ്? ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് നേരത്തെ. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു ന്യൂക്ലിയോസൈഡിന് 2 ഘടകങ്ങളാണുള്ളത്. നൈട്രജൻ ബേസുകളും ഒരു പെൻറ്റോസ് ഷുഗറും, 5 കാർബണാറ്റമുള്ള ഒരു ഷുഗറും ഉണ്ടാവും. നൈട്രജൻ ബേസുകളും പെൻറ്റോസ് ഷുഗറും. നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡിനിൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ എന്നിങ്ങനെ 5 തരം നൈട്രജൻ ബേസുകളുണ്ട്. ആ നൈട്രജൻ ബേസുകളും അവയോടൊപ്പം പെൻറ്റോസ് ഷുഗറും കൂടി ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയോസൈഡിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറും ചേരുന്നതാണ്. ഇനി ആ ന്യൂക്ലിയോസൈഡിൽ നിന്ന് അതിനെ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവുന്നത് ഈ നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ എന്നിവ ചേർന്നുണ്ടാവുന്ന ന്യൂക്ലിയോസൈഡിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ, അതുപോലെ ഫോസ്ഫേറ്റ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് DNA അല്ലെങ്കിൽ RNA എന്ന് പറയുമ്പോൾ അവയിൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും ഷുഗറും കൂടെ ചേരുന്നതാണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ ബേസ്, ഷുഗർ, അതിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് മറ്റൊരു ന്യൂക്ലിയോടൈഡുമായി ചേർന്ന് കഴിയുമ്പോൾ അതിന് നമ്മൾ ഡൈന്യൂക്ലിയോടൈഡ് എന്ന് പറയും. 2 ന്യൂക്ലിയോടൈഡുകൾ ചേരുന്നതാണ് ഡൈന്യൂക്ലിയോടൈഡ്. മെനി ന്യൂക്ലിയോടൈഡ്സ് ആകുമ്പോഴാണ് ഇതിനെ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. കുറെ പോളിന്യൂക്ലിയോടൈഡുകൾ ചേരുന്നതാണ് ശരിക്കും DNA-യും RNA-യും അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. അതായത് നൈട്രജൻ ബേസും ഷുഗറും ചേർന്നാൽ ന്യൂക്ലിയോസൈഡ്, അതിനോടൊപ്പം ഫോസ്ഫേറ്റ് കൂടി ചേരുമ്പോൾ ന്യൂക്ലിയോടൈഡ്, 2 ന്യൂക്ലിയോടൈഡ് ചേർന്നാൽ ഡൈന്യൂക്ലിയോടൈഡ്, കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളാണ് RNA-യും DNA-യും. അതിൽ വ്യത്യാസമൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. DNA-യിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളുണ്ട്, RNA-യിൽ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഇനി പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ഈ ന്യൂക്ലിയോടൈഡ്സിൽ നമ്മൾ കാണപ്പെടുന്ന ബോണ്ടുകളെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടുകൾ എന്നാണ് പഠിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തത്. ഈ ബോണ്ടുകളുടെയൊക്കെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ്, 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശരിക്കും ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. നമ്മൾ ഇത് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടുകൾ. ഇനി നമുക്ക് ഈ നൈട്രജൻ ബേസുകളെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. നൈട്രജൻ ബേസുകളാണെന്ന് പറഞ്ഞു. നൈട്രജൻ ബേസ് ഷുഗറും ചേരുന്ന ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു. അതിൽ നൈട്രജൻ ബേസുകൾ നമ്മൾ 5 നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ നൈട്രജൻ ബേസുകൾ നമ്മൾ പ്യൂരിനുകളെന്നും പിരമിഡുകളെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. നൈട്രജൻ ബേസുകൾ 2 തരത്തിലാണ്, പ്യൂരിൻ ബേസുകളും പിരമിഡൈൻ ബേസുകളും. പ്യൂരിൻ ബേസുകൾ എന്ന് പറയുന്നത് അഡിനിനും ഗ്വാനൈനുമാണ് നമ്മൾ പ്യൂരിൻ ബേസുകൾ എന്ന് പറയുന്നത്. അഡിനിൻ എന്നതിനെ നമ്മൾ ചുരുക്കി A എന്നും ഗ്വാനൈനെ നമ്മൾ G എന്നുമാണ് എഴുതുന്നത്. അപ്പം അഡിനിനും ഗ്വാനൈനുമാണ് നമ്മൾ പ്യൂരിൻ ബേസസ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത അവ ഡബിൾ റിങ്ങുകളാണ്. നേരെ മറിച്ച് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ എന്നിവ 3 പിരമിഡൈൻ ബേസുകളാണ്. സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ എന്നിവ പിരമിഡൈനുകളാണ്. അപ്പൊ 2 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. ഒന്ന് പ്യൂരിൻ ബേസുകളും മറ്റൊന്ന് പിരമിഡ് ബേസുകൾ. ഇത് ഓർത്തിരിക്കണം. പ്യൂരിൻ ബേസ് പറയുന്നത് അഡിനും ഗ്വാനൈനുമാണ്. Aയും Gയും പ്യൂരിൻ ബേസുകളും, അതേസമയം തൈമിൻ, സൈറ്റോസിൻ, അതുപോലെ യുറാസിൻ CTU എന്നിവ പിരമിഡൈൻ ബേസുകളാണ്. പിരമിഡൈൻ ബേസുകളെല്ലാം തന്നെ സിംഗിൾ റിംഗ് കോമ്പൗണ്ട്സ് ആണ്. ഇനി DNA-യിലും RNA-യിലും നൈട്രജൻ ബേസുകളുടെ കാര്യത്തിലുള്ള വ്യത്യാസവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? DNA-യിൽ അഡിനിൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ എന്നിവയാണ് കാണുന്നത്. DNA നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ. എന്നാൽ RNA-യിലോ അഡിനിൻ, ഗ്വാനൈൻ, തൈമിന് പകരം യുറാസിൻ, പിന്നെ സൈറ്റോസിൻ. അപ്പൊ 4 നൈട്രജൻ ബേസ് 2-ലും. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ DNA-യിൽ മാത്രമേ തൈമിനുള്ളൂ, RNA-യിൽ മാത്രമേ യുറാസിനുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അതായത് അഡിനിൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ എന്നിവ DNA-യിലും, അഡിനിൻ, ഗ്വാനൈൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവ RNA-യിലും കാണുന്നു. തൈമിന് പകരം യുറാസിലായിരിക്കും RNA-യിൽ ഉണ്ടാവുക. അപ്പൊ അതും നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. DNA-യിലും RNA-യിലും ഈ നൈട്രജൻ ബേസുകളുടെ വ്യത്യാസം. DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ്, DNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് തൈമിൻ. ബാക്കി 3 കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. DNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് തൈമിൻ. അതുപോലെ RNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് യുറാസിൻ. അത് 2 നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ ഈ 2 നൈട്രജൻ ബേസുകൾ 2 നമ്മൾ വ്യത്യാസം.
ഇനി ഈ നൈട്രജൻ ബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കും. നൈട്രജൻ രണ്ട് ചെയിനൊക്കെ വരുമ്പോൾ DNA അങ്ങോട്ടും ഇങ്ങോട്ടും അവ യോജിക്കണം. അപ്പൊ നൈട്രജൻ ബേസുകൾ തമ്മിൽ യോജിപ്പിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ മുഖേനയാണ്. ഇത് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ വർഷം. ഹൈഡ്രജൻ ബോണ്ടുകളാണ് നൈട്രജൻ ബേസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടുകൾ നൈട്രജൻ ബേസുകൾ ബന്ധിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അഡിനിൻ തൈമിനുമായി ഡബിൾ ബോണ്ട് മുഖേനയും ഗ്വാനൈൻ സൈറ്റോസിനുമായി ട്രിപ്പിൾ ബോണ്ട് മുഖേനയുമാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അഡിനിൻ തൈമിനും നമ്മൾ A ഡബിൾ ബോണ്ട് Tയും ഗ്വാനൈൻ സൈറ്റോസിനും C ആൻഡ് G ട്രിപ്പിൾ ബോണ്ടാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. അഡിനിൻ തൈമിൻ തമ്മിൽ ഡബിൾ ബോണ്ട് മുഖേനയും ഗ്വാനൈനും സൈറ്റോസും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് മുഖേനയും ആണ് ചേരുന്നത്. അപ്പോൾ അഡിനിൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ 4 നൈട്രജൻ ബേസുകളുടെയും ആ ബോണ്ടിങ് നമ്മൾ ഓർത്തിരിക്കാം. അഡിനിൻ തൈമിനുമായി ചേരുന്നത് ഡബിൾ ബോണ്ട് മുഖേനയും ഗ്വാനിൻ സൈറ്റോസിനുമായി ചേരുന്നത് ട്രിപ്പിൾ ബോണ്ട് മുഖേനയുമാണ്. അപ്പൊ 4 നൈട്രജൻ ബേസുകളുണ്ട്. അതിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായി മാത്രമേ ചേരുള്ളൂ. അങ്ങനെ ഓർത്തിരിക്കണം. അഡിനിൻ ശരിക്കും അത് നമ്മൾ മറക്കരുത്. അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായി മാത്രമേ ചേരുള്ളൂ. അഡിനിൻ തൈമിനും തമ്മിലും ഗ്വാനിൻ സൈറ്റോസിനും തമ്മിൽ മാത്രമാണ് ബോണ്ടിങ് ഉള്ളത്. മറ്റ് ഇതുമായിട്ട് അവയ്ക്ക് യോജിക്കാൻ കഴിയില്ല. അതും ഓർത്തിരിക്കാം. ഇനി നമ്മൾ പിന്നെ നൈട്രജൻ ബേസ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞത്? അപ്പൊ നൈട്രജൻ ബേസ് നമ്മൾ പറഞ്ഞു, പ്യൂരിനുണ്ട്, പിരിമിഡിനുണ്ട്. പ്യൂരിൻ ബേസ് പറഞ്ഞാൽ അഡിനും ഗ്വാനിനുമാണ്. പിരിമിഡ് ബേസ് 3 ഉണ്ട്. തൈമിൻ, ഗ്വാനിൻ, തൈമിൻ, യുറാസിൻ, സൈറ്റോസിൻ. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അവയുടെ ബോണ്ടിങ് ആണ്. അഡിനും തൈമിനുമായി ചേരുന്നത് ഡബിൾ ബോണ്ട് മുഖേനയും ഗ്വാനിൻ സൈറ്റോസിനുമായി ചേരുന്നത് ട്രിപ്പിൾ ബോണ്ട് മുഖേനയാണെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഷുഗറുകളാണ്. DNA ഷുഗറിനെ നമ്മൾ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നും RNA ഷുഗറിനെ റൈബോസ് ഷുഗർ എന്നും പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. രണ്ടും പെൻഡോസ് ഷുഗറുകളാണ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റമേ ഉള്ളൂ. പെൻഡോസ് ഷുഗറുകളാണ്. അതൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിച്ചാൽ നമുക്ക് അറിയാം പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ. അപ്പം 5 കാർബൺ ആറ്റമുള്ള ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണ് DNA കാണുന്നത്. റൈബോസ് ഷുഗറാണ് RNA കാണുന്നത്. അപ്പോൾ ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണത്തിലെ കുറവ് കൊണ്ടാണ് ഡിയോക്സി റൈബോസ്. റൈബോസിനേക്കാൾ ഒരു ഓക്സിജൻ ആറ്റം കുറവ് ആണ് ഡിയോക്സി റൈബോസിൽ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഏതാണ്ട് പെൻഡോസ് ഷുഗറാണ്, ഒരേപോലെയാണ്. ഡിയോക്സി റൈബോസ് DNA-ലും റൈബോസ് RNA. ആ പേരിൽ തന്നെ അങ്ങനെയാണല്ലോ വരുന്നത്. അത് നമുക്ക് അതിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അപ്പൊ ഷുഗറിനെയും ഫോസ്ഫേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടുകളാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതൊന്നും പ്രശ്നമില്ല. ഇനി നൈട്രജൻ ബേസും ഷുഗറും തമ്മിൽ ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. അപ്പൊ നൈട്രജൻ ബേസിനെ ഷുഗറുമായി ലിങ്ക് ചെയ്യുന്നത് N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഒരു നൈട്രജൻ ബേസിനെ ഷുഗറുമായി ലിങ്ക് ചെയ്യുന്നത് N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അതും ആ ബോണ്ടിന്റെ ഒക്കെ പേര് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ അഡിനിൻ തൈമിനുമായി ഡബിൾ ബോണ്ട് മുഖേന, ഗ്വാനിൻ സൈറ്റോസിനുമായി ട്രിപ്പിൾ ബോണ്ട് മുഖേന, ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് മുഖേന, ഇങ്ങനെയെല്ലാം ബോണ്ടിങ് ഉണ്ടാവുന്നു. ഈ നൈട്രജൻ ബേസും അതുപോലെ തന്നെ ഷുഗറും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന N ഗ്ലൈക്കോസിഡ് ലിങ്കേജ് മുഖേനയാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയാണ്. ഒരു നൈട്രജൻ ബേസ് ഷുഗറുമായി ചേർന്ന് N ഗ്ലൈക്കോസിഡ് ലിങ്കേജ് വഴി ചേർന്നാൽ ഏത് നൈട്രജൻ ബേസ് ആണോ അതിനനുസരിച്ചാണ് പേര് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് അഡിനിനാണ് ശരിക്കും ഷുഗറുമായി ചേരുന്നതെങ്കിൽ ഏത് ഷുഗറുമായി, റൈബോസുമായിട്ടാണെങ്കിൽ അതിനെ അഡിനോസിൻ എന്നും, എന്നാൽ അഡിനിൻ ചേരുന്നത് ഡിയോക്സി റൈബോസുമായിട്ടാണെങ്കിൽ അതിനെ ഡിയോക്സി അഡിനോസിൻ എന്നും പറയും. അത് രണ്ടും എന്താണ്? അവയാണ് ന്യൂക്ലിയോസൈഡുകൾ. അപ്പോൾ ശരിക്കും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഒരു നൈട്രജൻ ബേസ് ഷുഗറുമായി ചേരുമ്പോൾ അതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ന്യൂക്ലിയോസൈഡിൽ പലതരം ന്യൂക്ലിയോസൈഡുകളാണ്. അഡിനിൻ റൈബോസുമായി ചേർന്നാൽ അഡിനോസിൻ, അഡിനുമായി ചേരുന്നത് ഡിയോക്സി റൈബോസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയും. അപ്പൊ അതുപോലെ മറ്റുള്ളതിന്റെ പേരുകൾ അങ്ങനെ തന്നെയാണ്. എന്താണ്? ഗ്വാനോസിൻ ഓർ ഡിയോക്സി ഗ്വാനോസിൻ, ഗ്വാനോസിൻ ഓർ ഡിയോക്സി ഗ്വാനോസിൻ. പിന്നെ സൈറ്റിഡിൻ ഓർ ഡിയോക്സി സൈറ്റിഡിൻ, സൈറ്റിഡിൻ ഓർ ഡിയോക്സി സൈറ്റിഡിൻ. പക്ഷേ യുറാസിൽ വരുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? യുറാസിൽ ഏത് മാത്രമേ ആയിട്ട് ചേരുള്ളൂ? യുറാസിൽ റൈബോസുമായി മാത്രമേ ചേരുകയുള്ളൂ. ആ ന്യൂക്ലിയോസൈഡ് നമ്മൾ യൂറിഡിൻ എന്നാണ് പറയുന്നത്. അത് ഓർക്കണം. യൂറിഡിൻ എന്ന് പറയുന്നത് യുറാസിലും റൈബോസും കൂടി ചേരുന്ന, ഡിയോക്സി റൈബോസിൽ യുറാസിൽ അറ്റാച്ച് ചെയ്യില്ല. അതാണ് പ്രത്യേകത. ഇനി അതേപോലെ തൈമിനാണെങ്കിൽ അതിനെ നമ്മൾ ഡിയോക്സി തൈമിഡിൻ എന്നാണ് പറയുന്നത്. ഡിയോക്സി തൈമിഡിൻ അതെവിടെ ഉണ്ടാവില്ല? RNA ഉണ്ടാവില്ല. കാരണം ഡിയോക്സി റൈബോസും തൈമിനും കൂടെ ചേർന്നിട്ടാണ് ഡിയോക്സി തൈമിഡിൻ ഉണ്ടാവുന്നത്. ഇതാണ് ന്യൂക്ലിയോസൈഡുകൾ. അപ്പൊ ന്യൂക്ലിയോസൈഡുകൾ ഏതൊക്കെയുണ്ട്? DNA കാണുന്ന പ്രധാനപ്പെട്ട ന്യൂക്ലിയോസൈഡുകൾ ഏതൊക്കെയാണ്? ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി ഗ്വാനോസിൻ, പിന്നെ ഡിയോക്സി തൈമിഡിൻ, ഡിയോക്സി സൈറ്റിഡിൻ. ഇതാണ് DNA-യുടെ ന്യൂക്ലിയോസൈഡുകൾ. 4 ന്യൂക്ലിയോസൈഡുകളാണ്. ഏതൊക്കെ? ഒന്നുകൂടെ ആലോചിക്കുക. ഡിയോക്സി അഡിനിൻ, ഡിയോക്സി ഗ്വാനോസിൻ, ഡിയോക്സി തൈമിഡിൻ,
എല്ലാവരും ഡിയോക്സി നമ്മൾ ചേർക്കണം. ഡിയോക്സി തൈമിഡിൻ, ഡിയോക്സി സൈറ്റിഡിൻ. ആർണയിലാണെങ്കിലോ ആർണയിലും കാണണം. ആർണയിൽ ഏതൊക്കെയാണ്? ഇതുപോലെ തന്നെ ഏതൊക്കെയാണ്? അഡിനോസിൻ, ഗ്വാനോസിൻ, സൈറ്റിഡിൻ, അതുപോലെ പിന്നെ അവിടെ യൂറാസിലാമ്പോ യൂറിഡിൻ. ഇങ്ങനെയാണ് ഓർത്തിരിക്കുക. അത് ആ പേര് മാത്രം പറഞ്ഞിരുന്നാൽ മതി. അത് നമുക്ക് സാധാരണത്തിൽ അങ്ങനെ ചോദിക്കാറുള്ള ഒരു ഇതായിട്ട് എന്താണ് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഇതിനോടുകൂടി നമ്മൾ പറഞ്ഞു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയാം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക്ഡ് ടു അത് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പെന്റോസ് ഷുഗർ വരുമ്പോൾ അതിനകത്ത് OH ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നത് 5' കാർബണിലാണെങ്കിൽ അവിടെ ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ആ OH ഗ്രൂപ്പ് 5th കാർബണാറ്റത്തിൽ നമ്മൾ 5 കാർബണാറ്റാണ്. ഈ 5ാമത്തെ കാർബണാറ്റ് എപ്പോഴും ഈ റിങ്ങിന് വെളിയിലായിരിക്കും. നമുക്ക് പെന്റോസ് ഷുഗർ ആകുമ്പോൾ നിങ്ങൾ കണക്കൂട്ടിക്കുന്ന കെമിസ്ട്രി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പെന്റോസ് ഷുഗറിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു പെന്റോസ് ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. ബെൻസിറ്റേക്ക് പോലെ പെന്റോസ് റിംഗ് ആണ്. പക്ഷെ പെന്റോസ് റിംഗിന്റെ പ്രത്യേകത ആ പെന്റോസ് റിംഗിലെ ഏറ്റവും ടോപ്പില് 2 സൈഡിലെയും ആ കോണിക്കൽ വരുന്ന സ്ഥലത്ത് ഓക്സിജൻ ആണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 1ാമത്തെ കാർബണാറ്റം. അതായത് റൈറ്റ് സൈഡില് ഏറ്റവും മുകളിലായി 2 കൂടി കോണിക്കലായിട്ട് വരുന്നിടത്ത് ഓക്സിജൻ, അടുത്ത കാർബണാറ്റം 1, അതിന് തൊട്ട് താഴെ 2ാമത്, ലെഫ്റ്റ് സൈഡില് 3ാമത്തേത്, അതിന് മുകളിൽ 4ാമത്തെ, ആ 4ൽ നിന്ന് പുറത്തേക്ക് വരുന്ന 5ാമത്തെ കാർബൺ. നിങ്ങൾ അതിന് തൊട്ട് താഴെ നമ്മുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയാൽ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഫിഗർ 6.1 കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ആ പിന്നെ 1ാമത്തേതില് ആദ്യം ഫോസ്ഫേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് C ഒരു 2 ഹൈഡ്രജൻ ആറ്റം കൊടുത്തിട്ടുണ്ട്, അതിനിപ്പുറത്ത് ഒരു പെന്റോസ് ഷുഗറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതാണ് 5 കാർബൺ ഷുഗർ. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പെന്റോസ് ഷുഗർ ഉണ്ട് നമുക്ക് അവിടെ. ആ പെന്റോസ് ഷുഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ അതിന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് കാണാം. അതിന്റെ ഇടതുവശത്ത് താഴത്തെ Hന്റെ സൈഡിൽ കാണുന്ന ഭാഗത്താണ് ഓക്സിജൻ കാണുന്നത്. അവിടെ കാണുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ അതില് നമ്മൾ മുകളിൽ കാണുന്ന കാർബണാറ്റം അവിടെ നമുക്ക് കാണാം. അവിടെ നമുക്ക് അത് 4ാമത്തെ കാർബണാറ്റാണ് വരിക. ആ C എന്ന് പറയുന്നത് ശരിക്കും 5ാമത്തെ കാർബണാറ്റം ഇവിടെയാണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 5ാമത്തെ കാർബണാറ്റം എന്ന് പറയുന്നത് അതിലാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ 5' എൻഡ് അല്ലെങ്കിൽ 5' ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബണാറ്റ് അതായത് ഈ പെന്റോസ് ഷുഗറിന്റെ ഇതൊരു ചെയിനാണ്, DNA ചെയിൻ അല്ലെങ്കിൽ പോളിന്യൂക്ലിയോയിഡ് ചെയിനാണ്. ആ ചെയിനിലെ പെന്റോസ് ഷുഗറിന്റെ 5ാമത്തെ കാർബണാറ്റത്തിൽ ഫോസ്ഫേറ്റ് ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നു. ആ എൻഡിന് നമ്മൾ 5' എൻഡ് എന്ന് പറയും. അത് ഫോസ്ഫേറ്റ് ആണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതേ ചിത്രത്തിന്റെ മറുവശം നിങ്ങൾ നോക്കുക. അതിന്റെ വലത്തെ അറ്റത്ത് നേരെ മറിച്ചെന്താണ് OH ആണ് അറ്റത്ത് കാണുന്നത് അല്ലെ. ഇങ്ങേ അറ്റത്ത് ഫോസ്ഫേറ്റ് വന്നു, മറുവശത്ത് OH ആണ് വരുന്നത്. അത് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ 3' എൻഡ് എന്ന് പറയുന്നത്. അത് 3ാമത്തെ കാർബണാറ്റം ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ 3' എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 5' എൻഡും ഉണ്ട് 3' എൻഡും ഉണ്ട് ഒരു ന്യൂക്ലിയോടൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു എൻഡ് 5' ആകുമ്പോൾ മറ്റേ എൻഡ് 3' ആയിരിക്കും. അതിന്റെ കാരണം ഇതാണ്, 5' എൻഡില് ഫോസ്ഫേറ്റ് വരുമ്പോൾ 3' എൻഡിൽ ഹൈഡ്രോക്സിൽ വരും. DNA 2 ചെയിൻ വരുമ്പോൾ തിരിച്ചു വരുന്നേ ഉള്ളൂ. അത് നമുക്ക് ഇനി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് മുഖേനയാണ് ഇവ ഡൈന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുന്നത് ഓർക്കുക. ഇനി ഇങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ അത് പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതില് 1ാമത് നമ്മൾ ഫോസ്ഫേറ്റ് കണ്ടു. അതിനിപ്പുറത്ത് CH എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള ഒരു കാർബണാറ്റമാണ്, 5ാമത്തെ കാർബണാറ്റമാണ്. അതിന് താഴെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു പെന്റോസ് ഷുഗർ ആണ്, 5 കാർബണാറ്റുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് അഡിനോസിൻ A എന്ന് എഴുതിയിരിക്കുന്നത് അഡിനോസിനാണ്. അതാണ് 1ാമത്തെ. അത് 3ഉം കൂടി ചേരുന്നത്, അതായത് P ആ പെന്റോസ് ഷുഗർ A ഇത് 3ഉം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ 1ാമത്തെ നമുക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളുള്ളത്. ആ ഫോസ്ഫേറ്റും അതിനെ ചേർന്ന് വരുന്ന അതിന് ആ സിയുടെ ഇപ്പുറം വരുന്ന ആ ചിത്രത്തിൽ കാണുന്ന 5 കാർബണാറ്റമുള്ള ഷുഗറും താഴെ അഡിനോസിൻ ഇത് 3ഉം കൂടി ചേരുന്നതാണ് 1ാമത്തെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. വീണ്ടും നോക്കുക, വീണ്ടും ഇപ്പുറത്തേക്ക് വീണ്ടും വരുമ്പോൾ അതിന്റെ വലതുവശത്തായിട്ട് തൊട്ട് താഴെ വീണ്ടും ഒരു ഫോസ്ഫേറ്റ്, അതേപോലെ തന്നെ CH 2 CH2 ഉണ്ട്, പിന്നെ ഒരു പെന്റോസ് ഷുഗർ P. അതാണ് 2ാമത്തെ ന്യൂക്ലിയോടൈഡ്. വീണ്ടും വരുന്നു, വീണ്ടും അതുപോലെ ന്യൂക്ലിയോടൈഡ് കാണാം. അങ്ങനെ ന്യൂക്ലിയോടൈഡ് എത്ര ഉണ്ട് അതിനകത്ത് നോക്കി എത്ര ന്യൂക്ലിയോടൈഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും? 4 ന്യൂക്ലിയോടൈഡുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ 1ാമത്തെ ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഫ്രീ ആവുന്നതുകൊണ്ട് അതിനെ 5' ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. മറുവശത്ത് 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഫ്രീ ആയിട്ട് കാണുന്നത്. അത് രണ്ടും ഓർത്തിരുന്നാൽ മതി. അപ്പം ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഒരു എൻഡിൽ 5' ഫോസ്ഫേറ്റും മറ്റേ എൻഡിൽ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. 3ാമത്തെ കാർബണാറ്റത്തിൽ OH കാണുന്നിടത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഉണ്ടാവുക. അത് അതിനുള്ളിലുള്ള കാർബൺ തന്നെയാണ്. മറ്റേത് സൈഡ് ചെയിനിൽ വരുന്നതാണ് ഈ 5ാമത്തെ എന്ന് പറയുന്നത്. 5' എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന കാർബണാറ്റമാണ് 5ാമത്തേത്. മറ്റേത് ആ ചിത്രമാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അതിന് താഴെ ആ നോട്ടിന് താഴെ ആ ചിത്രത്തിന് താഴെ നോക്കുക. ദ ബാക്ക് ബോൺ ഓഫ് പോളിന്യൂക്ലിയോയിഡ് ചെയിൻ ഈസ് ഫോംഡ് ഡ്യൂ ടു ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഈ ബാക്ക് ബോൺ പോളിന്യൂക്ലിയോയിഡ് ചെയിനിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റും കൂടി ചേരുന്നത്.
ഷുഗറും ഫോസ്ഫേറ്റും ആണ്. മറ്റൊരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഷുഗറും ഫോസ്ഫേറ്റും ആണ് അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. നൈട്രജൻ ബേസസ് ലിങ്ക്ഡ് ടു ഷുഗർ മൊയിറ്റി പ്രൊജക്ട് ഫ്രം ദ ബാക്ക് ബോൺ. ഓരോ ചെയിനിൽ നിങ്ങൾ നോക്കിയാൽ നൈട്രജൻ ബേസ് പ്രൊജക്ട് ഇൻസൈഡ് ആണ്, അതിങ്ങനെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കും അല്ലെ. ആ ചെയിനിൽ നൈട്രജൻ ബേസുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഫോസ്ഫേറ്റ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഫോസ്ഫേറ്റ് ഓരോന്ന് ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ 5' എൻഡിലെയും 3' എൻഡിലും മാത്രമേ ഫ്രീ ആയിട്ട് കിടക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നൈട്രജൻ ബേസുകൾ ഓരോ സ്ഥലത്ത് നോക്കുക ഇങ്ങനെ ആ ഷുഗറിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി രണ്ടാമതൊരു ചെയിൻ, DNA 2 ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചെയിൻ വരുമ്പോൾ രണ്ടാമത്തെ ഇതുപോലത്തെ ഒരു ചെയിനും കൂടി ഓപ്പോസിറ്റ് വരുമ്പോൾ ആ ചെയിനിലെ നൈട്രജൻ ബേസുകൾ ഈ നൈട്രജൻ ബേസുകളുമായിട്ടാണ് ചേരുന്നത്. അത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അഡിനും വരുന്നിടത്തെല്ലാം തൈമിൻ വരുമെന്നും, തൈമിൻ വരുന്നിടത്ത് അഡിനും വരുമെന്നും, പിന്നെ ഗ്വാനയും വരുന്നിടത്ത് സൈറ്റോസും വരുമെന്നും, സൈറ്റോസും വരുന്നിടത്താണ് ഗ്വാനയും വരുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ചെയിനും കൂടി വരുമ്പോഴേ അത് ബാധകമാകുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ സ്ട്രക്ചറാണ്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ചിത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ നിരവധി ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു പെന്റോസ് ഷുഗറും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും ഉണ്ടാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു നല്ല ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് ന്യൂക്ലിക് ആസിഡുകളെ ഒരു ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ DNA പോകുന്നത്. അപ്പോൾ DNA പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയണം. എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞത്? ഗോപിക പറഞ്ഞേ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ ഓണാക്കി പറയുക. എന്താണ് ന്യൂക്ലിയോസൈഡ്? ഗോപിക പറഞ്ഞോളൂ. കേൾക്കാം പറഞ്ഞോ. അതെ ഒരു ഗുഡ്. ഒരു നൈട്രജൻ ബേസും അതിനോടൊപ്പം ഒരു പെന്റോസ് ഷുഗറും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണത്. അത് നമ്മൾ എക്സാമ്പിൾ ആണ് പറഞ്ഞ അഡിനോസിനും അതുപോലെ ഡിയോക്സി അഡിനോസിനും ഗുവാനോസിനും ഡിയോക്സി ഗുവാനോസിനും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞത്? ന്യൂക്ലിയോടൈഡ് ദേവിക എന്ന് പറഞ്ഞത് എന്താണ് ന്യൂക്ലിയോടൈഡ്? എന്തൊക്കെയാണ് ന്യൂക്ലിയോടൈഡിന്റെ ഘടകങ്ങൾ? ദേവിക ന്യൂക്ലിയോടൈഡ് പറയൂ. ന്യൂക്ലിയോടൈഡ് എന്ന് ദേവികയില്ലേ? ന്യൂക്ലിയോടൈഡ് എന്തൊക്കെയാണ് ന്യൂക്ലിയോടൈഡിൽ വരുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക? ദേവികയില്ലേ? ന്യൂക്ലിയോടൈഡ് ലയുണ്ടോ? ന്യൂക്ലിയോടൈഡ് ലയ അനുജോൺ ലയ പറഞ്ഞോ. ഏതൊക്കെയാ? ഒന്നുകൂടി പറഞ്ഞു. ഒന്നുകൂടി പറയൂ. ഒരിക്കൽ കൂടി പറയൂ. കേൾക്കുന്നില്ലേ? ലയ പറയൂ, ഒന്നുകൂടി പറയൂ. ഓക്കെ, ഗുഡ്. 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നമ്മള് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്, അതിനോട് ഫോസ്ഫേറ്റും കൂടി ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ന്യൂക്ലിയോടൈഡ് എന്നിവയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ഡൈന്യൂക്ലിയോടൈഡ്, എന്താണ് പോളിന്യൂക്ലിയോടൈഡ്, അതറിയാമല്ലോ. അതായത് 2 ന്യൂക്ലിയോടൈഡ് ചേർന്നാൽ ഡൈന്യൂക്ലിയോടൈഡ് ആയും 2-ലധികം വന്നാൽ പോളിന്യൂക്ലിയോടൈഡ് ആവും. പിന്നെ കുറെ പോളിന്യൂക്ലിയോടൈഡ് ചേരുന്നതാണ് DNA-യും RNA-യും. 2 ന്യൂക്ലിക് ആസിഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, DNA-യും RNA-യും. അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇനി നമ്മൾ നോട്ടിലേക്ക് വരിക. DNA ആണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്. DNA. അപ്പൊ DNA എന്ന് പറയുന്നത് DNA is a long polymer of deoxyribonucleotides. ആ ന്യൂക്ലിയോടൈഡുകളെ നമ്മൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം അറിയാലോ. എന്തുകൊണ്ടാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? കാരണം DNA-യിൽ വരുന്നത് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറും പിന്നെ നൈട്രജൻ ബേസുകൾ നമ്മൾ പറഞ്ഞ 4 ഏതെങ്കിലും, അതായത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസും അതിനോടൊപ്പം ഫോസ്ഫേറ്റും ചേരുന്നു. ഓരോ ന്യൂക്ലിയോടൈഡും ഉണ്ടാകും. അങ്ങനെയുള്ള നിരവധി ന്യൂക്ലിയോടൈഡുകൾ ചേരുന്നതാണ് ഓരോ ഡിയോക്സി
റൈബോ ന്യൂക്ലിയോടൈഡുകൾ. അങ്ങനെയുള്ള അതിന്റെ ഒരു ചെയിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. സോ DNA is a long polymer of deoxy റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഇനി ദ ലെങ്ത് ഓഫ് DNA, എത്രയാണ് ഒരു DNAയുടെ ലെങ്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ ലെങ്ത് ഓഫ് DNA. ദ ലെങ്ത് ഓഫ് DNA ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇപ്പൊ നമ്മൾ കണ്ട ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ കണ്ട ചിത്രത്തിൽ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടോ അതിനെയാണ് നമ്മൾ ശരിക്കും ദ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത്. അത്രയും ലെങ്ത് ഉണ്ടാവും. ഒരു DNAയിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണമാണ് ശരിക്കും അതിന്റെ ലെങ്ത് ആയി നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ ബേസുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. എല്ലാ ന്യൂക്ലിയോടൈഡുകളിലും ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, എല്ലാ ന്യൂക്ലിയോടൈഡുകളിലും ഓരോ ഷുഗർ ഉണ്ടാവും, എല്ലാ ന്യൂക്ലിയോടൈഡുകളിലും ഓരോ ഫോസ്ഫേറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു DNAയിലുള്ള ആകെ നൈട്രജൻ ബേസുകളുടെ എണ്ണം, ആകെ ഷുഗർ മോളിക്യൂളുകളുടെ എണ്ണം, ആകെ ഫോസ്ഫേറ്റുകളുടെ എണ്ണം ഇതെല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എന്നോ ദ നമ്പർ ഓഫ് ബേസ് പെയർസ് എന്ന് പറയാം. കാരണം ഇവിടെ നമുക്ക് കുറച്ചുകൂടി പ്രൊജക്ട് നിൽക്കുന്നതുകൊണ്ട് ബേസ് പെയർസ് ആണ് കാണാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ബേസ് പെയർസിന്റെ എണ്ണമായിട്ട് പറയുന്നത്. നിങ്ങളുടെ നോട്ടിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഓർ എ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ് റെഫർ ടു ആസ് ബേസ് പെയർസ്. സാധാരണ ന്യൂക്ലിയോടൈഡുകളെ നമ്മൾ ബേസ് പെയറുകൾ എന്നാണ് സൂചിപ്പിക്കുക. കാരണം ആ ബേസ് പെയറുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ്. എത്ര ബേസ് പെയറുകളുണ്ട് ഓരോ സ്ഥലത്തും 2 ന്യൂക്ലിയോടൈഡ് വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് DNA എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതിന്റെ കൂടെ തന്നെ അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസ് പെയർസ് എന്ന് വേണമെങ്കിലും പറയാൻ വേണ്ടി. ഇനി അത് എക്സാമ്പിൾ ആയിട്ടാണ് 2-3 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബാക്ടീരിയോഫേജ് നോൺ ആസ് 5174 എന്ന് പറയുന്ന അതിൽ 5386 ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. അതിന്റെ ആ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. 5174 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറയാൻ അറിയാലോ, വൈറസ് അറ്റാക്കിംഗ് എ ബാക്ടീരിയ. അതില് 5386 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ബേസ് പെയർസ് ഉണ്ടെന്ന് അർത്ഥം. അതുപോലെ ലാംഡ എന്ന് പറയുന്ന ബാക്ടീരിയോഫേജില് 48,502 ബേസ് പെയർസ് ആണുള്ളത്. 48,502 അത് ന്യൂക്ലിയോടൈഡ് എന്ന് ബേസ് പെയർ എന്ന് പറയാം, രണ്ടും ഒരുപോലെ തന്നെയുള്ളൂ. ഈക്കോളി, നമ്മൾ എസ്റ്റെരിഷ്യ കോളി എന്ന് പറയുന്ന ഈക്കോളിയില് 4.6 × 10⁶ ബേസ് പെയർസ് ആണ്. 4.6 × 10⁶ ബേസ് പെയർസ് അല്ലെങ്കിൽ അത്രയും ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്. ഇനി ദ ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA, മനുഷ്യന്റെ DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളുടെ എണ്ണം പറയുന്നത് 3.3 × 10⁹ ബേസ് പെയർസ് ആണ്. ഇത് നമ്മൾ ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ് പറയുന്നത്. സ്പേമിലോ ഓവത്തിലോ നമ്മുടെ ഡിപ്ലോയിഡ് സെല്ലില് കാണപ്പെടുന്ന അതിന്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ എത്രയാ 6.6 × 10⁹ ബേസ് പെയർസ് ആണ്. അപ്പം ദ ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA ഈസ് 3.3 × 10⁹ ബേസ് പെയർസ്. അതെല്ലാം പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാം ഓരോന്നിലെയും. അപ്പൊ ഹ്യൂമൻ DNAയുടെ ഹാപ്ലോയിഡ് കണ്ടന്റിലാണ് 3.3 × 10⁹ ബേസ് പെയർസ് ഉള്ളത്. നമ്മുടെ ഡിപ്ലോയിഡ് കണ്ടന്റ് വരുമ്പോൾ അത് നേരെ ഇരട്ടിയാവും, 6.6 × 10⁹ ബേസ് പെയർസ് ആണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത്രയും നമ്മൾ അതിന്റെ ലെങ്തിലേക്ക് ചോദിക്കാം. ഇനി DNA which is present in nucleus was first described by Frederick Miescher. ഫ്രെഡറിക് മീഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് DNA ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെ അന്ന് DNA ആണെന്നും അറിയാത്തത് കൊണ്ട് ഈ ഫ്രെഡറിക് മീഷർ അതിന് കൊടുത്ത പേരാണ് ന്യൂക്ലിയൻ എന്ന് പറയുന്നത്. DNA present in nucleus was first identified by Frederick Miescher and named as ന്യൂക്ലിയൻ. അപ്പൊ ന്യൂക്ലിക് ആസിഡ് എന്നുള്ള പേരൊന്നും അറിയാത്തത് കൊണ്ട് ഈ DNA ഐഡന്റിഫൈ ചെയ്ത് ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന ആസിഡുകളെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അദ്ദേഹം അതിന് പേര് കൊടുത്തത് ന്യൂക്ലിയൻ എന്നാണ്. ആ സയന്റിസ്റ്റിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, ഫ്രെഡറിക് മീഷർ ആണ് DNA ഐഡന്റിഫൈ ചെയ്തത്. ഇതിനുശേഷം in 1953, അതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം, DNA സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് in 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും പ്രൊപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഫോർ ദ സ്ട്രക്ചർ ഓഫ് DNA. നമ്മൾ DNAയുടെ സ്ട്രക്ചർ കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയാണ്. ആ സ്ട്രക്ചറിന്റെ പേരാണ് ഡബിൾ ഹെലിക്സ് മോഡൽ. ഡബിൾ ഹെലിക്സ് മോഡൽ, DNAക്ക് ഡബിൾ സ്ട്രാൻഡ് ആണ് എന്ന് പറയുന്ന ആ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്ത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ദി ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ആൻഡ് ദേ ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദിസ് ഡിസ്കവറി. ഇതിനവർക്ക് നോബൽ പ്രൈസ് വരെ കിട്ടി. നോബൽ പ്രൈസ് കിട്ടിയ ഡിസ്കവറിയാണ് എന്താണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. DNAക്ക് ഒരു ഡബിൾ ഹെലിക്സിന്റെ ആകൃതിയാണ് എന്ന് കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നാണ് പറയുക DNA. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട. ഇനി അതിനവരെ സഹായിച്ചത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ആരൊക്കെയാണ്? രണ്ടുപേരാണ്, മൗറിസ് വിൽക്കിൻസ് ആൻഡ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. മൗറിസ് വിൽക്കിൻസിന്റെയും റോസാലിൻഡ് ഫ്രാങ്ക്ലിന്റെയും എക്സ്റേ ഡിഫ്രാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ അവർ പ്രപ്പോസ് ചെയ്തത്. രണ്ടുപേരാണ്, മൗറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ഇവരെ രണ്ടുപേരും കൂടി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്ന് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത്.
അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഓർത്തിരിക്കണം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ചേർന്ന് DNA-ക്ക് ഡബിൾ ഹെലിക്സിന്റെ ആകൃതിയാണ് എന്ന് കണ്ടെത്തി. ഈ ഡബിൾ ഹെലിക്സ് ആണ് DNA-യുടെ ആകൃതി എന്ന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കണ്ടെത്തിയെങ്കിലും ആ ആകൃതിയെക്കുറിച്ച് അവർക്ക് ബേസ് കൊടുത്തത് ഈ മൗറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിന്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയാണ്. അതുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പം മൗറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ചേർന്ന് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിലൂടെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ DNA-യുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ മോഡലാണെന്ന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്ന് കണ്ടെത്തിയത്. അതിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി ആണത്. ഇനി അതിനോടൊപ്പം മറ്റൊന്നും കൂടി, ദിസ് വാസ് ഓൾസോ ബേസ്ഡ് ഓൺ the observation of Edwin Chargaff എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ്. For the double stranded DNA, the ratio between adenine and thymine and guanine and cytosine are constant and equals 1. ഒരു DNA-യുടെ രണ്ട് സ്ട്രാൻഡ്സിലും നമ്മൾ നേരത്തെ പറഞ്ഞു അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരൂ എന്നുള്ളത് കൊണ്ട് ഒരു ഡബിൾ ഹെലിക്സ് DNA-യിൽ the ratio between adenine and thymine, guanine and cytosine ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് അറിയാമെങ്കിൽ മറ്റ് നൈട്രജൻ ബേസുകളുടെ പെർസെന്റേജ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. കാരണം അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടേ ചേരുകയുള്ളൂ. രണ്ട് സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ DNA പ്രത്യേകത DNA-യിലെ അഡിനിൻ തൈമിനുമായി മാത്രമേ ചേരുകയുള്ളൂ, ഗ്വാനിൻ സൈറ്റോസിനുമായി മാത്രമേ ചേരുകയുള്ളൂ. അപ്പൊ എത്ര അഡിനിൻ ഉണ്ടോ അത്രയും തന്നെ തൈമിനും കാണും, എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും തന്നെ സൈറ്റോസിനും കാണും. അഡിനിന്റെ എണ്ണം തൈമിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും, ഗ്വാനിന്റെയും സൈറ്റോസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഇത് കണ്ടെത്തിയത് എഡ്വിൻ ചാർഗാഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അതിനെ ചാർഗാഫ് റൂൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇവിടെ പേരൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പേര് ചാർഗാഫ് റൂൾ എന്നാണ്. എഡ്വിൻ ചാർഗാഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് അത് കണ്ടെത്തിയത്. അപ്പൊ ജെയിംസ് വാട്സൺ ഫ്രാൻസിസിനെ അതും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രം ജോഡി ചേരുന്നതുകൊണ്ട് ഒരു DNA-യിലെ അഡിനിന്റെയും തൈമിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും, ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് കിട്ടിയാൽ നമുക്ക് മറ്റ് നൈട്രജൻ ബേസുകളുടെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അഡിനിന്റെ പെർസെന്റേജ് 20 ആണെങ്കിൽ അതിന് ഈക്വൽ ആവുന്നത് ഏതാണ്? അഡിനിന്റെ ഓപ്പോസിറ്റ് വരുന്ന എപ്പോഴും ഏതായിരിക്കും? തൈമിൻ. 80 എന്നാണ് പറയുന്നത്, അഡിനിൻ തൈമിൻ. അപ്പൊ തൈമിന്റെ പെർസെന്റേജും 20 തന്നെ. അപ്പോൾ അഡിനിന്റെ പെർസെന്റേജ് 20 ആണെങ്കിൽ തൈമിന്റെ പെർസെന്റ് 20. ബാക്കി എത്ര വന്നു? 20 + 20 40. ബാക്കിയുള്ളത് 60%. ആ 60% ഏതൊക്കെ വരും? ഗ്വാനിനും സൈറ്റോസിനും വരും. അപ്പൊ ഗ്വാനിൻ 30 ആയിരിക്കും, സൈറ്റോസിനും 30 ആയിരിക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് അറിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് എഴുതുക. അതിനുശേഷം അത് 100 നിന്ന് മൈനസ് ചെയ്താൽ അതിന് 2 ഡിവൈഡ് ചെയ്താൽ മറ്റേതിന്റെ 2 ഈക്വൽ ആയി നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ അഡിനിന്റെ പെർസെന്റേജ് 20 ആകുമ്പോൾ ഓർത്താൽ മതി, അഡിന്റെ ഓപ്പോസിറ്റ് തൈമിൻ ആയതുകൊണ്ട് തൈമിന്റെ പെർസെന്റേജും 20 തന്നെ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ 40 ആയി. ബാക്കി 60% എന്ന് പറയുന്നത് ഗ്വാനിനും സൈറ്റോസിനും ആയിരിക്കും. ഓരോന്നും 30%, കാരണം അതിന്റെ പെർസെന്റേജ് ഈക്വൽ ആണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട എഡ്വിൻ ചാർഗാഫിന്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഒന്ന്, ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് and they got Nobel Prize. Then it is based on the X-ray diffraction study of Maurice Wilkins and Rosalind Franklin. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദി ചാർഗാഫ് റൂൾ അല്ലെങ്കിൽ എഡ്വിൻ ചാർഗാഫ് ഫൗണ്ട് ഔട്ട് ദാറ്റ് the ratio between adenine and thymine and guanine and cytosines are always equal. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഫ്രെഡറിക് മീഷറാണ് ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതുകൂടെ നമുക്ക് അതിൽ കൂടുതൽ ചേർത്ത് പഠിച്ചാലേ അത് നമുക്ക് പൂർത്തിയാവുള്ളൂ. അതായത് വാട്ട് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് DNA മോളിക്യൂൾ, എന്തൊക്കെയാണ് ഒരു DNA മോളിക്യൂളിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. DNA മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 polynucleotide chains. ഒരു DNA-യിൽ 2 polynucleotide ചെയിനുകളുണ്ട്. വെയർ ദ ബാക്ക് ബോൺ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് ദ ബേസസ് പ്രൊജക്ട് ഇൻസൈഡ്. നിങ്ങൾ അതിന് താഴെ കൊടുത്ത ചിത്രം നോക്കി നിങ്ങൾക്ക് കാണാം. ഒരു DNA-യിൽ 2 polynucleotide ചെയിനുകളുണ്ട്. അതിൽ ബാക്ക് ബോൺ ആയി നിൽക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റും നൈട്രജൻ ബേസുകൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ DNA-യുടെ ഒന്നാമത്തെ പ്രത്യേകത, ഈച്ച് DNA molecule consisting of 2 polynucleotide chains. Each DNA molecule consists of 2 polynucleotide chain. The backbone of the chain is sugar and phosphate and the nitrogen bases project inside. നൈട്രജൻ ബേസ് ഓരോന്നും 2 സൈഡിൽ നിന്ന് നൈട്രജൻ ബേസ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്നത് the 2 chains have anti-parallel polarity. 2 ചെയിനുകളും ആന്റി പാരലൽ ആണ്. കാരണം എന്താ? നിങ്ങൾ ആ ചെയിനിൽ നോക്കിയേ. If one chain has the polarity 5' to 3', ഒരു ചെയിൻ പോകുന്നത് 5' നിന്ന് 3' ആണെങ്കിൽ
ദ അതർ ചെയിൻ ഹാവ് 3' to 5'. ഒരു ചെയിൻ 5' നിന്ന് 3' പോകുമ്പോൾ മറ്റേ ചെയിൻ പോകുന്നത് 3' നിന്ന് 5'ലേക്കാണ്. സോ ദ ടു ചെയിൻസ് ഹാവ് ആന്റി പാരലൽ പോളാരിറ്റി. ഇപ്പൊ ഒന്നാമത്തെയാണ് പറഞ്ഞത് DNA molecule has 2 polynucleated chains. The backbone of the chain is sugar and phosphate and the nitrogen bases project inside. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത് the two chains have anti-parallel polarity in which one chain is from 5' to 3' than the other chain is from 3' to 5'. ഇനി മൂന്നാമത്തെ കാര്യം the bases in two strands are paired through hydrogen bond forming base pairs adenine double bond with the thymine and guanine triple bond with the cytosine. As a result, always a purine comes opposite to a pyrimidine. This generates approximately uniform distance between the two strands of the helix. DNA രണ്ട് strands എപ്പോഴും ഒരേ അകലത്തിൽ തന്നെ ആയിരിക്കും. കാരണം അഡിനിൻ വരുന്നിടത്തെല്ലാം ഓപ്പോസിറ്റിൽ തൈമിൻ വരും, ഗ്വാനിൻ വരുന്നിടത്തെല്ലാം സൈറ്റോസിനും വരും. അഡിനിൻ ഹൈഡ്രജൻ ബോണ്ട് മുഖേന ഡബിൾ ബോണ്ട് മുഖേന ബന്ധപ്പെടുന്നു. സൈറ്റോസിനും ഗ്വാനിനും തമ്മിലുള്ള ബന്ധം ട്രിപ്പിൾ ബോണ്ട് മുഖേനയാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പം 3 പോയിന്റ് ആയി. ഒന്നാമത്തെ ഈച്ച് DNA molecule has 2 polynucleated chain. അതിൽ ഒന്നാമത്തെയാണ് the backbone of the chain is sugar and phosphate and nitrogen base project inside. രണ്ടാമത്തെ കാര്യം the two chains of DNA have anti-parallel polarity. One chain 5' to 3' and the other chain 3' to 5'. മൂന്നാമത്തെ കാര്യമാണ് in a DNA the nitrogen bases are joined through hydrogen bond. A double bond T and G triple bond C. ഈ ഇത്രയും പഠിച്ചാൽ നിങ്ങൾ അതിന്റെ പോയിന്റ്സ് കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർക്കേണ്ട ഇത്രയും 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, each DNA has 2 polynucleated chains. The backbone of the chain is sugar and phosphate. കാരണം നേരെ വരുന്നത് sugar and phosphate ആണ്. And the nitrogen base project inside. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് the two chains have anti-parallel polarity. One chain 5' to 3', the other chain 3' to 5'. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് in a DNA the nitrogen bases are joined through hydrogen bonds. Adenine double bond with the thymine, guanine triple bond with the cytosine. ഇത് ഈ 3 പോയിന്റാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the two chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nanometer. അതായത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയറിയാം the two chains are coiled in right-handed fashion. അതിന് താഴെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് ആ ചിത്രം താഴെ ഒരു ഹെലിക്സ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ചിത്രം കൊടുത്തിട്ടില്ലേ, അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഷുഗറിന്റെ ഫോസ്ഫേറ്റിന്റെ ബേസ് പെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ടു ചെയിൻസ് ആർ കോയിൽഡ് ഇൻ റൈറ്റ് ഹാൻഡ് ഫാഷൻ. അത് റൈറ്റ് ഹാൻഡ് ആയിട്ട് അത് വലതുവശത്തേക്ക് കോയിൽ ചെയ്ത രീതിയിലാണ് കാണപ്പെടുക. ദ പിച്ച് ഓഫ് ഹെലിക്സ് ഇസ് 3.4 നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് പിച്ച് ഓഫ് ദ ഹെലിക്സ്, അതിന്റെ ഹെലിക്സിന്റെ പിച്ച് എന്ന് പറയുന്നത് ഒരു ടേൺ വരുന്നത് 3.4 നാനോമീറ്റർ ആണ്. ആൻഡ് ദെയർ ആർ റഫ്ലി 10 ബേസ് പെയർസ് ഇൻ ഈച്ച് ടേൺ. ഒരു ടേണില് 3.4 നാനോമീറ്റർ ഉണ്ട്, അതില് 10 ബേസ് പെയർ ഉണ്ട്. അപ്പോൾ ഓരോ തമ്മിൽ എത്ര ആയിരിക്കും? സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് പെയർസ് ഇൻ എ ഹെലിക്സ് ഇസ് 0.34 നാനോമീറ്റർ. ഇതാണ് നമ്മൾ നാലാമത്തെ പോയിന്റ് ആയിട്ടുള്ളത്. ദ ടു ചെയിൻസ് ആർ the two chains are coiled in right-handed fashion. The pitch of helix is 3.4 nanometer and the distance between base pairs is 0.34 നാനോമീറ്റർ. അപ്പം ഒരു നൈട്രജൻ ബേസ് മറ്റൊരു നൈട്രജൻ ബേസ് നമ്മൾ അകലമാണ് പറയുന്നത് 0.34 നാനോമീറ്റർ. കാരണം എന്താ, ഒരു പിച്ചിൽ അല്ലെങ്കിൽ ഒരു ടേണിൽ വരുന്നത് 3.4 നാനോമീറ്റർ ആണ്. അതിൽ 10 ബേസ് പെയർ ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന്റെ ലെങ്ത് പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ. 3.4/10 അതാണ് 0.34 നാനോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നാലാമത്തെ പോയിന്റ്. ഇപ്പൊ നമ്മൾ 4 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the DNA has 2 polynucleated chains. The backbone of the chain is sugar and phosphate and the nitrogen base project inside. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് the two chains have anti-parallel polarity. One chain 5' to 3', the other chain 3' to 5'. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് in a DNA the nitrogen bases are joined through hydrogen bonds. A double bond T, G triple bond C. പിന്നെ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് the two chains are coiled in right-handed fashion. The pitch of the helix is 3.4 nanometer and the distance between base pairs is 0.34 nanometer. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the plane of one base pair stalks over the other in double helix confers stability of the helical structure. The plane of one base pair stalks over the other in a double helix. അതായത് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന അടുക്കി വെക്കുക, സ്റ്റോക്സ് ഓവർ എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കാനാണ്. അതായത് ഒരു ബേസ് പെയറിന്റെ മുകളിൽ അടുത്ത ബേസ് പെയർ അടുക്കി വെച്ചോ, പടിപടി പോലെയായിട്ടാണ് നമ്മൾ മുകളിൽ. ആ ചിത്രം നിങ്ങൾക്ക് രണ്ടാമത്തെ താഴോട്ടുള്ള ചിത്രം നോക്കി അറിയാം. ഒന്നിന് മുകളിൽ മറ്റൊരു ബേസ് പെയർ അടുക്കി വെച്ചതുപോലെ ഒന്നിന് മുകളിൽ സ്റ്റോക്സ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഡബിൾ ഹെലിക്സിൽ ഈ നൈട്രജൻ ബേസിൽ കാണുന്നത്. ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റോക്സ് ഓവർ ഡബിൾ ഹെലിക്സ് ആൻഡ് ഇറ്റ് ഗീവ്സ് സ്റ്റെബിലിറ്റി. അത് കുറച്ചുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റോക്സ് ഓവർ അവറിനെ ഡബിൾ ഹെലിക്സ്. ഇതാണ് അഞ്ചാമത്തെ പോയിന്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ DNA-യുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് DNA എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം ഏതൊക്കെയാണ്. ഒന്നാമത്തെ
DNA has two polynucleotide chain. The backbone of the chain is sugar and phosphate and nitrogen base is projected inside. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? DNA, the two chains have anti-parallel polarity. One chain 5' to 3', the other chain 3' to 5'. മൂന്നാമത്തെ പറഞ്ഞത് the nitrogen bases are joined through hydrogen bonds. A double bond T, G triple bond C. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് the two chains are coiled in right-handed fashion. The pitch of the helix is 3.4 nanometer and the distance between base pairs is 0.34 nanometer. അടുത്തത് ലാസ്റ്റ് പറഞ്ഞത് the plane of one base pair stops over the other. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ DNA സ്ട്രക്ചർ ഓർത്തിട്ട്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് തൊട്ട് താഴെ കൊടുത്തിരുന്ന ആ ചിത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ആ ചിത്രം ഒന്ന് നോക്കുക ഒരു മിനിറ്റ്. അതായത് ഒന്നാമത്തെ ചെയിൻ നോക്കുക. ഞാൻ പറയുന്ന ഫിഗർ 6.2 എന്ന ചിത്രമാണ്. അത് നോക്കുക. ആദ്യം P എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചെയിൻ തന്നെയാണ്. ആ ചെയിൻ പോകുന്നു. അതിന് C2H2 ഉണ്ട്. താഴെ മുകളിൽ ഓരോ ഹൈഡ്രജനായിട്ട് ഉണ്ട്. പെൻഡോഷൂർ വന്നു. അതിന് താഴെ അഡിനിയം വന്നു. നൈട്രജൻ ബേസ് വന്നല്ലോ. അപ്പൊ അവിടുന്ന് പക്ഷെ നമ്മൾ നേരത്തെ ഒറ്റ ചെയിൻ ആയിരുന്നപ്പോൾ അങ്ങനെ പോയി. ഇവിടെ നോക്കുക അതിന്റെ ഓപ്പോസിറ്റ് വീണ്ടും അതിന്റെ താഴോട്ട് ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കണ്ടില്ലേ? ഡബിൾ ബോണ്ട് ഇട്ട് തൈമിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ താഴെ നിന്ന് മറ്റൊരു ഷുഗർ ചെയ്യുന്നു. അപ്പൊ അവിടെ നോക്കി ആ തൊട്ട് താഴെയുള്ള ചെയിനിലെ പ്രത്യേകത അവിടെ ഷുഗർ വന്നിരിക്കുന്നതിന്റെ ഇങ്ങേറ്റത്ത് 3' എൻഡിൽ ഹൈഡ്രോക്സിൽ അയണാണ് ഫ്രീ ആയി കാണുന്നത്. അതിനെയാണ് നമ്മൾ 3' എൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോവുക. ഇനി അത് കഴിഞ്ഞ് അത് തിരിച്ചു വരുമ്പം അവിടെ എന്താ പറയുക, അവിടെ ഫോസ്ഫേറ്റ് ഇപ്പുറത്തേക്കാണ് വരുന്നത്. നമ്മൾ ഇവിടെ കണ്ടിരുന്ന വരെ ഓപ്പോസിറ്റ് ആണ്. കാർബണാറ്റം അഞ്ചാമത്തെ കാർബണാറ്റം പുറത്തേക്ക് വരുന്നത് അവിടെ ഉള്ളിലോട്ടാണ് വരുന്നത്. അതിലേക്കാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച്. ഇങ്ങനെ രണ്ട് ചെയിനും എപ്പോഴും ആന്റി പാരലായിട്ട് പോകുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അഡിനും തൈമിനും വരുന്നിടത്താണ് ഡബിൾ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും വരുന്നിടത്ത് ട്രിപ്പിൾ ബോണ്ട്. അതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞത്. ഹൈഡ്രജൻ ബോണ്ട് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ഇതൊക്കെ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ A വന്നിട്ട് അപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് T ബ്ലാങ്ക് ആയിട്ട് വരും, അല്ലെങ്കിൽ T തന്നിട്ട് A ബ്ലാങ്ക് ആയിട്ട്, അല്ലെങ്കിൽ CO G ഒക്കെ ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് മറ്റേ നിങ്ങൾ എഴുതാൻ വരും. അല്ലെങ്കിൽ ബോണ്ട് ചിലപ്പം ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ ഏത് ബോണ്ടാണെന്ന് എഴുതണം. അതുപോലെ ഇതിനകത്ത് ഷുഗർ ഏതായിരിക്കും? പെൻഡോ ഷുഗർ ഏതായിരിക്കും? ഏത് ഷുഗറാണ്? ഡബിൾ ചെയിൻ ആയതുകൊണ്ട് എന്താ? DNA ആണ്. DNA ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ ഡിയോക്സി റൈബോസ് ആണ് അതിന്റെ ഷുഗർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചിത്രത്തിൽ നോക്കേണ്ടത്. അതിന് താഴെ ഒരു ചിത്രം കൊണ്ടുണ്ടല്ലോ. അതിന് താഴെ കൊടുത്തിരിക്കുന്നതാണ് ശരിക്കും DNA ഈ പാർസലും ക്ലിക്കും പ്രപ്പോസ് ചെയ്ത ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കി അവിടെ നമ്മൾ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ്? അവിടെ രണ്ട് ഹെലിക്സ് നമുക്കിങ്ങനെ ചുറ്റി വളഞ്ഞു കിടക്കുന്നതാണ് അല്ലേ? ആ ചുറ്റി വളഞ്ഞു കിടക്കുന്നതിൽ അതിന്റെ ക്രോസ് ആയി കൊടുത്തിരിക്കുന്ന പടികൾ അതാണ് നൈട്രജൻ ബേസുകൾ. ആ നൈട്രജൻ ബേസ് ഇപ്പുറത്ത് കൊണ്ട് അഡിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പടികളായിട്ട് വരുന്നതാണ് നൈട്രജൻ ബേസുകൾ. നമ്മൾ ശരിക്കും അങ്ങനെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. DNA ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറയുന്നത് വൈൻഡിങ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. എന്താ പറയുക, ചുറ്റുകോവടിയുടെ ആകൃതിയാണ് DNA വൈൻഡിങ് സ്റ്റെയർ കേസ്. ആ സ്റ്റെയർ കേസിന്റെ സൈഡ് നമ്മൾ കൈപ്പിടികളായി നമ്മൾ മുകളിലേക്ക് കൈപിടിച്ചു പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ആണ്. സ്റ്റെപ്സ് ആണ് നൈട്രജൻ ബേസ്. അങ്ങനെ പറയും. ചുറ്റുകോവടിയുടെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് നൈട്രജൻ ബേസുകളും അതിന്റെ സൈഡ് റെയിലിംഗ്സ് എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞത് DNA-ക്ക് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ആണുള്ളത്. ആ ചെയിനുകളുടെ സൈഡിൽ കൂടെ പോകുന്നത് അല്ലെങ്കിൽ ബാക്ക് ബോൺ ആയി വരുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ആണ്. നൈട്രജൻ ബേസ് പ്രൊജക്ട് ഇൻസൈഡ് നമ്മൾ പറഞ്ഞതിന്റെ കാരണം അതാണ്. ആ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് DNA-യുടെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചു. ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറേയൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സങ്കീർണമായ പ്രോസസ്സുകളിലേക്ക് ഇനി പോകേണ്ടത്. ഇപ്പൊ DNA എന്ന് പറയുന്ന മോളിക്യൂളിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അത് നിങ്ങളൊന്ന് പറയുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് DNA-യുടെ സാലിഡ് ഫീച്ചേഴ്സും ഇവിടെ പഠിച്ചത് പ്രധാനമായിട്ട് തന്നെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയാം. ഫ്രെഡറിക് മീഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് DNA ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെ അദ്ദേഹം അതിന് കൊടുത്ത പേര് ന്യൂക്ലിൻ എന്നായിരുന്നു. അതിനുശേഷം മറ്റൊരു പ്രത്യേകത പറഞ്ഞത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത് 1953. അതിനവർ ബേസ് ചെയ്ത് മൗറിസ് വിൽക്കിൻസിന്റെയും റോസാൻഡ് ഫ്ലാങ്ങിന്റെയും എസ്റ ഡിഫറൻസ് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ എഡ്വിൻ ചാർഗാഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് പറഞ്ഞത് ഈ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ ഈക്വൽസ് ആൻഡ് 1 എന്ന് പറഞ്ഞത്. അതാണ് മറ്റൊന്ന്. പിന്നെ നമ്മൾ പറഞ്ഞത് സാലിഡ് ഫീച്ചേഴ്സ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. അതിൽ നമ്മൾ 5 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് DNA-ക്ക് ഒരു 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളാണ്. അതിലെ ശരിക്കും ബാക്ക് ബോണായി വരുന്ന ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസ് പ്രൊജക്ട് ഇൻസൈഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ 2 ചെയിനുകളും ആന്റി പാരലൽ പോളാരിറ്റിയാണ്. ഒരു ചെയിൻ 5' 3' മറ്റേ ചെയിൻ 3' 5' ആണ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് നൈട്രജൻ ബേസുകൾ തമ്മിൽ ജോഡി ചേരുന്നത് ഹൈഡ്രജൻ ബോണ്ട് മുഖേനയാണ്. അഡിനിൻ ഡബിൾ ബോണ്ട് തൈമിനും ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് സൈറ്റോസിനും. അടുത്ത നമ്മൾ പറഞ്ഞത് the two chains are coiled in right handed fashion. അതുപോലെ അതിന്റെ പിച്ച് എന്ന് പറയുന്നത്
3.4 നാനോമീറ്ററും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്ററുമാണ്. ലാസ്റ്റ് പറഞ്ഞത് ഈ DNA-യിൽ എന്താ പറയുക, നമ്മളതിൻ്റെ ബേസ് പെയർസിൽ ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റോക്സ് ഓവർ ദി അതർ, അവ തമ്മിൽ അടുക്കി വെച്ചതുപോലെയാണ് നമ്മൾ കാണുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ DNA-യുടെ സാലിയന്റ് ഫീച്ചേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ആദ്യം DNA എന്ന് പറയുന്ന മോളിക്യൂളിനെ ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ജിസ്മിൻ ഒന്ന് പറയാമോ? ജിസ്മിൻ, DNA മോളിക്യൂളിനെ ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ജിസ്മിൻ. ജിസ്മിൻ ഇല്ലേ? ഓഡിയോ ഓണാക്കും. പറയും ജിസ്മിൻ പറയും. ഫ്രെഡറിക് മീഷർ. ഓക്കെ, ഗുഡ്. ഫ്രെഡറിക് മീഷർ ആണ് അതിനെ ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഓക്കെ, ഗുഡ്. അടുത്തത് പിന്നെ DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരാണ്? അലീന. DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്ത ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, ഗുഡ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്, ഈ DNA-യുടെ എക്സ്റേ ഡിഫ്രാക്റ്റീവ് സ്റ്റഡി അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ബെൽഫിൻ ഉണ്ടോ? ബെൽഫിൻ. എക്സ്റേ ഡിഫ്രാക്റ്റീവ് സ്റ്റഡി അത് ആര് പ്രപ്പോസ് ചെയ്താണ്? ബെൽഫിൻ. ബെൽഫിൻ ഇല്ല, ഇല്ലേ? ബെൽഫിൻ ബെൽഫിൻ ഇല്ല. വിജിത. വിജിത ഉണ്ടോ? വിജിത പറയും. റോസാലിൻ ഫ്ലാങ്ങിനും മൗറിസ് വിൽക്കിൻസും ചേർന്നിട്ടാണ് എക്സ്റേ ഡിഫ്രാക്റ്റീവ് സ്റ്റഡി കൊണ്ടുവന്നത്. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ പിന്നൊന്ന് പഠിച്ചത് ഈ എർവിൻ ചാർഗാഫ് പറഞ്ഞതാണ് അല്ലേ? അതായത് നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. അതായത് ഇപ്പോ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് എന്നാൽ മറ്റുള്ളതിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് 30% ആണെങ്കിൽ മറ്റ് നൈട്രജൻ ബേസുകളുടെ പെർസെന്റേജ് എത്രയായിരിക്കും? അഡിനിന്റെ പെർസെന്റേജ് 30% ആണെങ്കിൽ മറ്റേതിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? നന്ദനയുണ്ടോ? നന്ദന. അഡിനിന്റെ പെർസെന്റേജ് പറയൂ. അഡിനിന്റെ പെർസെന്റേജ് 30 ആണെങ്കിൽ മറ്റേതിന്റെ ഒക്കെ പെർസെന്റേജ് 30 തന്നെയായിരിക്കും. 20%. ഓക്കെ, അങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ഒരെണ്ണത്തിന്റെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആവുന്ന ഏതാണെന്ന് നോക്കുക. അത് 100 മൈനസ് ചെയ്താൽ ബാക്കി രണ്ടും കിട്ടും അല്ലേ? മനസ്സിലായോ? അത് അതിപ്പോ നമുക്ക് 30% ആണ് അഡിനിന്റെ അളവെങ്കിൽ അഡിനുമായിട്ട് ഈക്വൽ ആവുന്നത് അഡിന്റെ ഓപ്പോസിറ്റ് തൈമിനായിരിക്കും. തൈമിന് 30% തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് 40% ആണ് അല്ലേ? അത് ഗുവാനിനും സൈറ്റോസിനും. അപ്പോൾ അത് രണ്ടും 20% ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കും. പരീക്ഷയിൽ ഇപ്പോൾ 1 മാർക്ക് ചോദിക്കും. പ്രത്യേകിച്ചും എൻട്രൻസിനൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് ഈ പെർസെന്റേജ് കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഈ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA ആണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA ആർക്ക് പറയാം? അത് ഞാൻ പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാം. ഈ 5 പോയിന്റ്സും പറയാമോ? ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ മതി. വാട്ട് ആർ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്? പേര് വിളിക്കണോ? നിങ്ങൾ തന്നെ പറയാൻ നല്ലത്. ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്. പറയാമെങ്കിലും സോന ബോബി ഉണ്ടോ? സോന ബോബി ഇല്ല. ഉണ്ടോ? പറയൂ. എന്തൊക്കെയാണ് DNA-യുടെ? ഒരു DNA-യിൽ 2 പോളിന്യൂക്ലിയോയിഡ് ചെയിനുകളുണ്ട് അല്ലേ? ബേസ് പ്രൊജക്ട് ഇൻസൈഡ് അങ്ങനെ കൂടെ പറഞ്ഞു. കാരണം അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് നേരെ പോകുന്നത് ഷുഗറും ഫോസ്ഫേറ്റും, പ്രൊജക്ട് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ്. ഓക്കെ, ഗുഡ്. രണ്ടാമത്തെ പോയിന്റ് എന്താ?
ആ ആ the two chains are anti parallel അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ചെയിൻ എവിടെ നിങ്ങോട്ടായിരിക്കും? ആ 5' to 3'. അപ്പൊ മറ്റേ ചെയിൻ 3' to 5'. അതുകൊണ്ടാണ് ആന്റി പാരലൽ എന്ന് പറഞ്ഞത്. ഒരു ചെയിൻ 5' 3'ലേക്ക് മറ്റേ ചെയിൻ 3' to 5'. സോ ആന്റി പാരലൽ. മൂന്നാമത്തെ പോയിന്റ് എന്താ? ആ എന്താണ്, എങ്ങനെയാണത്? അഡിനിനും തൈമിനും തമ്മിൽ ഏത് ബോണ്ടാ? എയും ടിയും തമ്മിൽ ഡബിൾ ബോണ്ട്. ഗുവാനിനും സൈറ്റോസിനും ഏതാ? ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത പോയിന്റ് റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. അതിന്റെ പിച്ച് എത്രയാണ്? 3.4 നാനോമീറ്റർ. 3.4 നാനോമീറ്റർ. എൻ എം എന്ന് പറയുന്ന നാനോമീറ്റർ ആണ്. 3.4 നാനോമീറ്റർ. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പോയിന്റ് 0.34 അല്ലേ? പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് കൂട്ടില്ലേ? അതെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ 5 പോയിന്റുകളാണ് നമ്മൾ, വെരി ഗുഡ്, ഈ 5 പോയിന്റുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. DNA സ്ട്രക്ചറായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 5 പോയിന്റുകളാണ് ഇവ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് സമയം വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിർത്തേണ്ടവരുണ്ട്. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സുകൾ. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, മാർച്ചിൽ തന്നെയാണ് പരീക്ഷ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്നത്. നിങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ വലിയ ആശങ്കയുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഇനിയുള്ള ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പരമാവധി വിക്ടേഴ്സ് വഴി ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്ത് ജനുവരി കൊണ്ട് പാഠഭാഗം തീർത്തതിന് ശേഷം ഫെബ്രുവരി മാർച്ചിന്റെ പകുതി വരെ റിവിഷനൊക്കെ നടത്തി മാർച്ചിൽ എക്സാം നടത്തുക എന്നൊരു പ്ലാനിങ്ങിലാണ് ഗവൺമെന്റ് പോകുന്നത്. നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് CBSEയുടെ പരീക്ഷ മാർച്ചിൽ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് കേരളത്തിലും ആ രീതിയിൽ തന്നെ പരീക്ഷ നടത്തിയേ പറ്റൂ എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ മാർച്ചിൽ തന്നെ പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 18-ാം തീയതി ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷ വരുന്നു. നിങ്ങൾക്ക് അതിനും പഠിക്കണം. ഇപ്പൊ നിങ്ങൾ പലരും ഈ ക്ലാസ്സുകളൊന്നും ശരിയായി അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നവരാണ്. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ കൂട്ടുകാരോടായാലും പറയണം. പലരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, പലരെയും കാണാൻ തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് വലിയ ബുദ്ധിമുട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൊറോണയാണ് എന്ന് കരുതി മാർക്ക് വെറുതെ കിട്ടുമെന്നൊന്നും ആരും കരുതണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പേപ്പർ നോക്കുന്ന അധ്യാപകർ തന്നെയാണ്. എല്ലാം നമ്മുടെ സ്കൂളിലെ അധ്യാപകരല്ല നോക്കുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അധ്യാപകരാണ് നോക്കുന്നത്. പിന്നെ തന്നെയുമല്ല, കുറെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്. കുറെ പേര് ഉഴപ്പി നടന്നവർക്ക് മാർക്കൊന്നും കിട്ടുന്നില്ല. നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. കാരണം കുറെ പേര് നന്നായി പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഉഴപ്പിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരിക. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ കിട്ടാതെ എത്രയോ കുട്ടികളാണ് നമ്മുടെ അവിടെ നിന്ന് നല്ല മാർക്ക് വാങ്ങി പോയിട്ടും കൂടി കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് പേര് നിൽപ്പുണ്ട് എന്നുള്ള കാര്യം. പലരും അൺഎയ്ഡഡ് കോളേജിലൊക്കെ പോയി ചേർന്നിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. നല്ല മാർക്ക് കിട്ടിയാൽ അതിന്റെ ഫലം എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടും. അത് എപ്പോഴും മറന്നു പോകാതിരിക്കുക. അതിനുവേണ്ടിയാണ് ഈ വരുന്ന ഡിസംബർ 3-4 തീയതികളിലായി നിങ്ങളോട് എല്ലാവരോടും സ്കൂളിലെത്താൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിസംബർ 17 മുതൽ അധ്യാപകരെല്ലാം സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. 50% അധ്യാപകർ സ്കൂളിലെത്തണം എന്ന് പറഞ്ഞു. 16-നാണ് ഇലക്ഷൻ റിസൾട്ട്. അത് കഴിഞ്ഞ് 17-ാം തീയതി ടീച്ചേഴ്സ് സ്കൂളിലെത്തുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം നമുക്ക് ക്ലാസ്സുകൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾക്കറിയാം, 17-ാം തീയതി സ്കൂൾ തുറന്നാൽ 18-ാം തീയതി നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അപ്പൊ ആ ഒരാഴ്ച കൂടി പോയി. 24 വരെ, 22 വരെ പരീക്ഷയുണ്ട്. പിന്നെ 25-ന് ക്രിസ്മസ്. അപ്പൊ അത് കഴിഞ്ഞ് ജനുവരി 1 മുതലെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങിയാൽ മാത്രമേ ആ ഒരു മാസം കൊണ്ട് എത്ര പാഠഭാഗം തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ അളവുകൾ കൂട്ടുകയും പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞങ്ങൾക്ക് നെറ്റില്ല, 8 മണിയാകുമ്പോൾ നെറ്റില്ല, നമുക്ക് രാവിലെ എടുക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ രാവിലെയൊക്കെ എടുക്കാത്തത്. ടീച്ചേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തായാലും ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് തീരുമാനിച്ചത് പല സമയങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ. എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ അല്ല. കുറെ പേര് IPL കാണേണ്ടവരുണ്ട്. 8 മണിക്ക് IPL ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് IPL ഒക്കെ കാണാം. പിന്നെയും +2 തോറ്റു പോയി കഴിഞ്ഞാൽ എന്താ IPL? പിന്നെ നാട്ടിലെ IPL ഒക്കെ കാണാനേ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റോട്ടുള്ള ഗ്രൗണ്ടിലൊക്കെ പോയി IPL കളിക്കേണ്ടി വരും. അല്ലാതെ ഒരു IPL കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗൗരവത്തോട് കാണുക. നോട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോട്ട് ബുക്ക് കൊണ്ടുവരണം.
എല്ലാ വിഷയങ്ങളുടെ ടീച്ചേഴ്സ് വന്നുണ്ട് അവിടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് വരിക, അതൊക്കെ അവിടെ തീർക്കുക. നിങ്ങൾ റെക്കോർഡ് ബുക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഏതെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനുണ്ട്. പ്രാക്ടിക്കല് നമുക്ക് ഇതിനിടയ്ക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ഈ 2-3 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്താൽ മാത്രമേ നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റുള്ളൂ. അതിന് ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളറിയാം, നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്, നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. അതിനിടയിൽ നല്ലൊരു മാർക്ക് വാങ്ങി പാസ്സാകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സ് നിലയിൽ ഞങ്ങളുടെ കടമ. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളും കൂടി അതിനോട് കോപ്പറേറ്റ്. ഇപ്പോൾ കുറേ പേര് ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അഥവാ ഇനി എന്തെങ്കിലും വെച്ചാൽ ക്ലാസ് ഗൂഗിൾ മീറ്റ് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അടുത്ത ദിവസം ആ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചിട്ടോ അതെന്താണ് പറഞ്ഞത്, ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, എന്തൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു പാഠഭാഗം കുറയ്ക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇനി അഥവാ പാഠഭാഗം കുറച്ചാലും അവസാനം പരീക്ഷയാകുമ്പോൾ മൊത്തം പഠിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് പാഠഭാഗം ഒഴിവാക്കി വെക്കും. അല്ലാതെ ഇപ്പോഴേ നിങ്ങൾ ഏത് പാഠമൊക്കെ പഠിക്കണ്ട എന്ന് പറയത്തില്ല. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ ഈ തമാശകളെയൊക്കെ കളഞ്ഞിട്ട് വളരെ ഗൗരവത്തോടെ പഠിക്കുക. ഈ 3-4 തീയതികളിൽ വരാൻ പറഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൊബൈലൊക്കെ കൊണ്ടുവന്ന് സെൽഫി എടുത്ത് കളിക്കാൻ വേണ്ടി സ്കൂളിൽ വരാൻ വേണ്ടി അല്ല പറഞ്ഞത്. അവിടെ നോട്ട് കാണിക്കാനും ക്ലാസ് കഴിഞ്ഞ് ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണം. അവിടെ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യണം. കാരണം നമ്മൾ വളരെ ഗുരുതരമായ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾ കാണാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന സമയങ്ങളിലൊക്കെ കണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞൊരു പ്രശ്നമാണ്. നമുക്ക് ഇതിനൊക്കെ ഇഷ്ടംപോലെ ഇനി സമയമുണ്ട്. നിങ്ങൾ പരീക്ഷയൊക്കെ ആകട്ടെ, നമ്മളൊരു ഫ്രീ ഒക്കെ ആവത്തില്ലേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ ജനുവരിയിലെങ്കിലും നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനിയും കൊറോണ കൂടുകയാണെങ്കിൽ ജനുവരിയിലും ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെയും കൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിക്കും. അപ്പോൾ നമ്മൾ രോഗം പരത്തായിരിക്കും നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇലക്ഷൻ കഴിയുമ്പോൾ എന്താവും സ്ഥിതി എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ വളരെ ഗൗരവത്തോടെ നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കാണുക. ഞാൻ വെറുതെ കുറേ കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പലരും ഒരു ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളത് 100% സത്യമാണ്. മാത്സിന്റെ നെജി ടീച്ചർ വിളിച്ചിട്ട് പല പ്രാവശ്യം പരാതി പറഞ്ഞു. 50 താഴെ കുട്ടികൾ മാത്രമേ ക്ലാസ്സുകളിൽ വരുന്നുള്ളൂ. ഇതല്ലാതെ നമുക്ക് എന്താ മാർഗം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും വേറെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പിന്നെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും?